ഇപ്പോഴാണോ വീട്ടിലേക്ക് വരാൻ തോന്നിയത്? അമ്മായിക്ക് എന്തെങ്കിലും മനസ്സിലായോ? എനിക്കറിയാം രവിക്ക് ഈ പത്നിയെ മറക്കാൻ പറ്റില്ലെന്ന്. ഹലോ, അങ്ങനെ ഉപ്പുമുളകിലെ മെർലിന്റെ ഞെട്ടിക്കുന്ന മാറ്റം. സിദ്ധു അളിയനോട് നമ്മുടെ മെർലിന് പ്രണയം. ഗൈസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ഇടിവെട്ടി ട്വിസ്റ്റ് ആട്ടോ ഇന്നത്തെ വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. മെർലിൻ കുറെ നേരമായിട്ടും രാവിലെ വാതിൽ ഓർക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ലച്ചുവും നമ്മുടെ ഗൗരിയമ്മായും കൂടെ മെർലിനെ എന്ന് പറഞ്ഞ് മുട്ടി വിളിക്കുമ്പോൾ നമ്മുടെ മെർലിൻ സാരിയെ കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ട് പുറത്തേക്ക് വരുവാട്ടോ. എന്നിട്ട് നമ്മുടെ സിദ്ധുവിന്റെ അടുത്ത് ഇപ്പോഴാണോ വീട്ടിലേക്ക് വരാൻ തോന്നിയേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധുവളിന്റെ താടിക്കിട്ട് തോണ്ടുന്നു, കവളത്തിങ്ങനെ പിച്ചുന്നു, കൊഞ്ചുന്നു. നമ്മുടെ സിദ്ധുവളിയനോട് മുട്ടം പ്രേമം. അപ്പൊ നമ്മുടെ ഗൗരിയമ്മായും നമ്മുടെ ഭവാനിയമ്മയും പറയുന്നുണ്ട്, ദൈവമേ എന്തോ പന്തികേടുണ്ടല്ലോ. എന്നിട്ട് എല്ലാരും കൂടി സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ സിദ്ധു ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധുവളി എനിക്കൊന്നും അറിയില്ല, എന്തോ പന്തികേട് പറ്റിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അപ്പൊ കേശുവിനും ആകെ തലക്ക് വട്ട് പിടിച്ചേ. മെർലിൻ കേശുവിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഫുൾ ടൈം സിദ്ധുവിന്റെ പുറകെ കൊഞ്ചു കുഴഞ്ഞ് നടക്കുക. ലാസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ സിദ്ധുവളീന്റെ അടുത്ത് നമ്മുടെ മെർലിൻ വന്നിട്ട്, രവിക്ക് ഇപ്പോഴാണോ ഈ പത്മയെ കാണാൻ വരാൻ തോന്നിയേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സിദ്ധുവളി നമ്മുടെ ലച്ചുവിനോട് പറയുന്നുണ്ട്, ഇതേതോ നോവലിലെ കഥാപാത്രം, ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറയുക. അപ്പൊ ലച്ചുവിന് ആകെപ്പാടെ തലക്ക് പട്ട് പിടിക്കുന്നുണ്ടേ. കാരണം സിദ്ധുവളിനോടാണ് നമ്മുടെ മെർലിന് പ്രണയം തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ലാസ്റ്റ് നമ്മുടെ സിദ്ധുവളിനോട് ഞാൻ പോയിട്ട് വരാൻ രവിയേട്ടാ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ സിദ്ധുവളിനെ എന്താ പറയാ, കവളത്തിങ്ങനെ പിച്ചിക്കൊണ്ട് ഒറ്റ പോക്കാട്ടോ. എന്നിട്ട് മെർലിൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സിദ്ധുവളിനെ നമ്മുടെ ലച്ചുവും കേച്ചും കൂടിയിട്ട് പഞ്ഞിക്കിടുന്ന കിടിലൻ രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഇടിവെട്ട് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ട്വിസ്റ്റ് നിറഞ്ഞൊരു എപ്പിസോഡ് വേറെ വരാനില്ല കേട്ടോ കൂട്ടുകാരെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.